ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ടുണ്ട്. അച്ഛനും മോനും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് ഇതേ താഴത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ കുറേ ദിവസമായി കാണിച്ച് കേട്ടോ. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പാത്രങ്ങളൊന്നും കഴുകാതെയാണോ എന്ന്. അല്ല, എല്ലാ ദിവസവും കാണിക്കലില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നും ഞാൻ ഈ കിച്ചണും എല്ലാ ഭാഗവും കാണിക്കുമ്പോൾ നിങ്ങൾക്കും അത് ബോറടിച്ച് സ്കിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാതെ. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഇന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ എണീച്ചതേ വിളക്ക് വയ്ക്കാൻ പോവാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ഇന്നും കൂടി വിളക്ക് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. കന്തഷഷ്ടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ബുക്ക് വന്നിട്ടില്ല എന്ന്. ബുക്ക് ഞാൻ ഓണത്തിരക്കായതുകൊണ്ടാണ് ഞാൻ അയക്കാണ്ടിരുന്നത്. അതേപോലെ തന്നെ ഒരു 10-15 അഡ്രസ്സ് കിട്ടിയതിന് ശേഷം ഞാൻ അയക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഡെയിലി ചിലപ്പോൾ അഡ്രസ്സ് വരുമ്പോൾ 1-2 ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ പോയി അയക്കാൻ. അതുകൊണ്ടാണ് കേട്ടോ ഒരു 10-15 അഡ്രസ്സൊക്കെ വന്നതിന് ശേഷം അയക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 15 അഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അയക്കാമെന്ന് വിചാരിച്ചു. ഒന്നിച്ച് അയക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പിൻകോഡ് വെച്ചിട്ട് തന്നെ അയക്കുക കേട്ടോ. എൻ്റെ ഇൻസ്റ്റാ ID ഞാൻ ഇതിൽ കാണിക്കാം. അപ്പോൾ അതിൽ നിങ്ങളെ ബുക്ക് വേണം എന്നുള്ളവർ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വരാത്തതിൽ ഒരുപാട് പേര് വിഷമിച്ചിട്ട് എന്നാ ബുക്ക് കിട്ടുക എന്നൊക്കെ ചോദിച്ചു കേട്ടോ. വിഷമിക്കേണ്ട, ബുക്ക് എന്തായാലും വരും കേട്ടോ. ഞാൻ നാളെ എന്തായാലും അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ഇതേ വിളക്ക് വെച്ചു. ഇന്ന് നേദ്യമായിട്ട് ഞാൻ ഫ്രൂട്ടാണ് കേട്ടോ വെച്ചത്. ഒരു ഫ്രൂട്ടാണ് വെച്ചത്. ഇന്ന് അവലും ശർക്കരയും വെച്ചില്ല, ഇന്ന് ഫ്രൂട്ടാണ് കേട്ടോ വെച്ചത്. ഫ്രൂട്ട്സ് ഉണ്ടായതുകൊണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളിത് ഉമ്മർപ്പടിയിൽ വിളക്ക് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തുളസി തറയ്ക്കും വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി രാവിലെ എണീറ്റതിന് ശേഷം നമുക്ക് പൂവ് വലിക്കാൻ ഞാൻ പോവില്ല, ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ വെളിച്ചമായതിന് ശേഷമാണ് പൂക്കൾ വലിക്കാൻ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ പാലൊക്കെ മേടിച്ചിട്ട് വന്നതിന് ശേഷം പൂക്കളൊക്കെ വലിച്ച് പിന്നെ ഭഗവാന് ചാർത്തുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നല്ല വെയിലാണ് പാലക്കാട്, ഭയങ്കര ചൂടാണ്. മഴയുടെ ഒരു അംശം പോലും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. എങ്ങോട്ടാണ് ഈ കാലാവസ്ഥ മാറി പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. മഴ പെയ്യേണ്ട സമയത്ത് വെയിലുദിക്കും, വെയിലടിക്കേണ്ട സമയത്ത് മഴയും ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. ചേഞ്ചായി വരികയാണ്. ചെടികളൊക്കെ നല്ല വാട്ടമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ രാവിലെ നീട്ടി കുറച്ച് നേരം ചെടികളുടെ അടുത്തൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ്, എന്താ പറയുക, വല്ല പുല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ വലിച്ച് ചെടികളുടെ അടിയത്തുള്ള പുല്ലൊക്കെ വലിച്ച് എല്ലാ ചെടികളും നനയ്ക്കും കേട്ടോ. നനച്ചതിന് ശേഷം പൂക്കളൊക്കെ വലിച്ചതിന് ശേഷമാണ് പിന്നെ അടുക്കളയ്ക്ക് കയറാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കൂളില്ലാത്ത സമയം കൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിതെല്ലാം ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ശംഖുപുഷ്പം ഞാനിത് ഇതുപോലെ മുകളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് പൂക്കൾ നിറച്ചുണ്ടാവാൻ തുടങ്ങി. അപ്പം ഞാൻ പിന്നെ ഇത് 2 സൈസ് ഉണ്ട് കേട്ടോ. ഒന്ന് 5 ഇതളായിട്ടുള്ളത് ഒന്നുണ്ട് ശംഖുപുഷ്പം, അതേപോലെ തന്നെ സാധാരണ 1 ഇതളായിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൂക്കൾ നിലത്ത് അത്തപ്പൂക്കൾ ഇടാനും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിന് വെള്ളം വെച്ച് കുടിക്കാനും കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് അത്തപ്പൂക്കളും ഇതുപോലെയാണ് ഇട്ടിരിക്കുന്നത്. പകുതിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായ സമയത്ത് ഒരു ഫിലിമിന് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിലിമാണ്, ആസിഫ് ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ എനിക്കെന്തോ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബാല സിനിമാസ് കല്ലടിക്കോടിലാണ് പോയത്. ഫിലിം എനിക്ക് അങ്ങനെ എന്താ പറയുക, ഫസ്റ്റ് ഓഫൊക്കെ കാണുമ്പോൾ ഉറക്കം വന്നു, കണ്ണിങ്ങനെ അടഞ്ഞു പോയി. അങ്ങനെ ഒരു എന്താ പറയുക, ഇഴഞ്ഞു പോകുന്ന ഒരു ഫിലിമായിരുന്നു കേട്ടോ. സെക്കൻഡ് പാർട്ട് കണ്ടപ്പോൾ ഇത്രയും പെട്ടെന്ന് തീർന്നു പോയോ എന്നൊക്കെ വിചാരിച്ചു. 4:30 ആകുമ്പോഴേക്കും ഫിലിം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം വന്ന് വിളക്ക് എഴുതാൻ നിന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കരിന്തിരിയൊക്കെ കത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടുപോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. വിളക്ക് അണയ്ക്കാൻ പോയപ്പോഴാണ് കണ്ടത്. അപ്പോൾ വിളക്കെല്ലാം കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഇതേ വാഷ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അമ്മിത്തറയുടെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാവിടെയും താഴെയൊന്നും ഞാൻ വെക്കാൻ നിൽക്കില്ല. അതേപോലെ പീതാമ്പരിയുടെ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചെറുതാകുമ്പോൾ മുതൽ വീട്ടിൽ വാങ്ങുന്ന ഒരു പൊടിയാണ് പീതാമ്പരി പൊടി കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഈ പീതാമ്പരി പൊടി. ഞാൻ പിന്നെ പുളിയോ വേറെ വല്ലതൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. ഈ പീതാമ്പരിയുടെ ഈ പൊടി മാത്രം ഇട്ടിട്ട് നന്നായിട്ട് അമർത്തി തേച്ച് കഴിഞ്ഞു പറഞ്ഞാൽ തന്നെ നന്നായി നിറം വരും കേട്ടോ. നമ്മുടെ വെട്ടിത്തിളങ്ങുന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ. അതേപോലെ നല്ല അമർത്തി തേക്കും വേണം കേട്ടോ. വെറുതെ നമ്മൾ ഇട്ടിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് കഴുകിയ വിളക്കൊന്നും വെളുക്കില്ല. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യും വേണം.
അമർത്തി തേക്കുക തന്നെ വേണം. അതുപോലെ സ്ക്രബ്ബർ യൂസ് ചെയ്യാണ്ട് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ചകിരിയൊക്കെയാണ് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് വെളുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ചകിരി ഉപയോഗിച്ചിട്ടാണ് എല്ലാ വിളക്കുകളും കഴുകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലൊക്കെ അഴുക്കുകളുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് നന്നായി തേച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ കറുത്ത പാടുകളൊക്കെ പോകട്ടോ. അപ്പോൾ ഓരോ ഭാഗം മുക്കും മൂലയും ചേർത്തിട്ട് അടിഭാഗമൊക്കെ ഇങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. വിളക്കൊക്കെ കഴുകുമ്പോൾ ചിലരിങ്ങനെ മുകളിൽ മാത്രം ഒന്ന് കഴുകിയിട്ട് വേഗം അടിഭാഗം ഒന്നും കഴുകില്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗമൊക്കെ വൃത്തിയായി കഴുകണം കേട്ടോ വിളക്കൊക്കെ കഴുകുമ്പോൾ. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ഞാൻ വിളക്കൊക്കെ കഴുകി വെക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെ വിളക്ക് കഴുകാമെന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ ഒരു പൊടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നമുക്ക് എളുപ്പത്തിൽ തന്നെ വിളക്കൊക്കെ കഴുകാൻ പറ്റുന്ന ഒന്നാണ് ഈ പീതാംബരി പൗഡർ കേട്ടോ. അപ്പം ഞാനൊരു 5-6 അത് വാങ്ങി വെക്കുക. ഇടയിൽ എന്താ പറയുക, കടയ്ക്കൊന്നും പോയി വാങ്ങാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 വാങ്ങി വെക്കും. അപ്പോൾ നമുക്ക് ഒരു മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്. അപ്പോൾ കണ്ടോ വിളക്കിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് വിളക്ക്. ഇനി ഈ വിളക്കിന് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ, വാഷ് ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാഷ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചാൽ പോലും വെള്ളം കാണുന്നില്ല, അത്രയും നല്ല ക്ലീൻ ആയിട്ടായിരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഈ പീതാംബരി പൗഡർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അധികം വിളക്കിൻ്റെ എന്താ പറയുക അഴുക്കുകളൊക്കെ കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പൗഡർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ വിളക്കുകളും ഇതേ കഴുകി വെടുപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചൊവ്വ വെള്ളി ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് വിളക്ക് കഴുകാം. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഇന്ന ദിവസം കഴുകണം എന്നൊന്നുമില്ല. ഞാൻ വിളക്കൊന്ന് അഴുക്കായി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കഴുകും കേട്ടോ. അല്ലാതെ തിങ്കളാഴ്ച കഴുകണം ഇല്ലെങ്കിൽ ബുധനാഴ്ച കഴുകണം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ തിങ്കളാഴ്ച കഴുകിയിട്ട് ഇപ്പോൾ ബുധനാഴ്ച അഴുക്കായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കഴുകും. ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിട്ടിട്ടോ, എന്നിട്ട് പിറ്റേ ദിവസം കഴുകാം. അങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ. അതേപോലെ ഒരു 5:30, 6 ഉള്ളിലൊക്കെ നമ്മൾ വിളക്ക് കഴുകാൻ ശ്രമിക്കുക കേട്ടോ. കഴുകുന്നത് എന്നാണെങ്കിലും 6 മണിക്ക് ശേഷം വിളക്ക് കഴുകാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം വിളക്കൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുടച്ചിട്ട് നമുക്ക് കുങ്കുമം ചന്ദനമൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിളക്കിനൊക്കെ പൊട്ട് തൊട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് വിളക്കൊക്കെ കഴുകി ഇതേ വിളക്കിന് പൊട്ടൊക്കെ തൊടുകയാണ്. അപ്പോൾ ഈ ഒരു വിളക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഒരുപാട് വിളക്കുകൾ വീട്ടിലുണ്ട് കേട്ടോ, ഗിഫ്റ്റ് കിട്ടിയതും അമ്മ തന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഈ വിളക്ക് ഞാനൊരു 150 രൂപയ്ക്ക് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ഞങ്ങളവിടെ താമസിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ വിളക്ക് വന്നതിന് ശേഷമാണ് എനിക്കെല്ലാം നല്ലത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളക്ക് മാത്രം മാറ്റാതെ ഈ വിളക്ക് മാത്രമാണ്. പുതിയ വീടൊക്കെ വെച്ചപ്പോൾ വേറെ വിളക്ക് വയ്ക്കുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാൻ ഈ വിളക്ക് മാത്രമേ വെക്കുകയുള്ളൂ പറഞ്ഞിട്ട് വാശി പിടിച്ച് ഇതിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വിളക്കാണ് കേട്ടോ ഈ വിളക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.